ഹല്ലേലൂയ. ദൈവപിതാവേ എന്നുടെ താതൻ ദൂതന്മാരാപ്പകൾ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും അങ്ങാരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും അങ്ങാരാധ്യനാം. അങ്ങ് പരിശുദ്ധൻ, അങ്ങെന്നും സ്തുത്യൻ. ദൈവമേ, അങ്ങ് മാത്രം യോഗ്യനാം. ആരാധനയും ബഹുമാനവും സ്വീകരിപ്പാനെന്നും അങ്ങ് യോഗ്യനാം. ആരാധനയും ബഹുമാനവും സ്വീകരിപ്പാനെന്നും അങ്ങ് എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ കൺമണി പോലെ കാക്കും നീ. നിൻമഹാകൃപയ്ക്കായി അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻമഹാകൃപയ്ക്കായി അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോയ് ബ്രദർ അവിടെ ഉണ്ടെങ്കിൽ കൊളോസി ലേഖനം 4-ാം അധ്യായം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഫുള്ളായിട്ട് വായിക്കണ ബ്രദറെ? 4-ാം അധ്യായം മുഴുവൻ വായിക്കും. കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം. യജമാന്മാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനൻ ഉണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടതുപോലെ അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോടും ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. എൻ്റെ വിവരം ഒക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും
സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനോസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കുന്നു. എന്റെ സഹബന്ധനായ അരിസ്റ്റോഹോസിനും ബർണാബാസിന്റെ മച്ചുനായ മർക്കൂസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. യുസ്തറോസ് എന്നും പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായി നിങ്ങൾക്ക് ആശ്വാസമായി തീരുന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിനെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്ക് ലവുദിക്യക്കാർക്കും ഹിയാരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലുക്കോസും ദേമോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലവുദിക്യയിലെ സഹോദരന്മാർക്ക് ന്യൂഫ്രയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെല്ലുവിൻ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ച് തീർന്ന ശേഷം ലവുദിക്യ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവുദിക്യയിൽ നിന്നുള്ളതും നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവിൻ. പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. തിരുവചനം വായിച്ച ജോയ് ബ്രദറിൻ്റെ കൂടെ ദൈവകൃപ സമൃദ്ധമായി ഇരിക്കുമാറാകട്ടെ. കൊളോസി ലേഖനം 4-ാം അധ്യായം അവസാന വാക്യത്തിൻ്റെ അവസാന ഭാഗം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കൊളോസി ലേഖനം അവസാന അധ്യായം 4-ാം അധ്യായം അധ്യായത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് ചിലരെ വ്യക്തിപരമായി പരാമർശിക്കുന്നുണ്ട്. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 7 തൊട്ട്, എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. പൗലോസ് തടവിലാണ്. പൗലോസ് പല സഭകളും സ്ഥാപിച്ച് സുവിശേഷം അറിയിക്കുവാൻ ദൂരസ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ പൗലോസിൻ്റെ അവസ്ഥ, അദ്ദേഹം തടവിലാണോ, സ്വതന്ത്രനാണോ, സുവിശേഷ വിരോധികളുടെ നടുവിലാണോ, പട്ടിണി കിടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള വിവരങ്ങൾ പൗലോസ് തൻ്റെ നേരത്തെ സ്ഥാപിച്ച സഭകളെ അറിയിക്കും. അതിനായി ചില മെസ്സഞ്ചേഴ്സിനെ പൗലോസ് അയക്കുമായിരുന്നു. ഈ ദൂതന്മാർ, സന്ദേശവാഹകന്മാർ കേവലം മെസ്സഞ്ചേഴ്സ് ആയിരുന്നില്ല, അവർ വിശ്വസ്തരായിരുന്നു. പൗലോസിൻ്റെ ഫെലോ വർക്കേഴ്സ് ആയിരുന്നു. പൗലോസിന് അവർ വളരെ പ്രിയപ്പെട്ടവരുമായിരുന്നു. ഇവിടെ 7-ാം വാക്യത്തിൽ എൻ്റെ അവസ്ഥയൊക്കെയും, ഇപ്പോൾ പൗലോസ് റോമാ തടവിൽ കിടക്കുകയാണ് എന്ന് കരുതാം. എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. തിഹിക്കോസിൻ്റെ പ്രത്യേകത നമ്മൾ ചിന്തിച്ചു. പൗലോസിൻ്റെ പ്രിയ സഹോദരനാണ്, വിശ്വസ്ത ശുശ്രൂഷകനാണ്, സഹഭൃത്യനാണ്, ഫെലോ വർക്കറാണ്. അദ്ദേഹം ഒരു മെസ്സഞ്ചറാണ്. പൗലോസിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ കൊളോസ്യ സഭയിലെ വിശ്വാസികൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ശുശ്രൂഷകൻ. 8-ാം വാക്യം, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും, പൗലോസിനെ എപ്രകാരം താൻ സ്ഥാപിച്ച സഭകളുടെ അവസ്ഥ അറിയുവാൻ ആഗ്രഹമുണ്ടോ, അപ്രകാരം തന്നെ
ഈ സഭകളിലെ വിശ്വാസികൾക്കും പൗലോസിൻ്റെ അവസ്ഥ എന്താണ് അതറിയുവാൻ ആഗ്രഹമുണ്ട്. ഈ മെസ്സഞ്ചേഴ്സാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിരുന്നത്. പൗലോസിൻ്റെ അവസ്ഥ സഭകളെ അറിയിക്കുകയും സഭയുടെ വിശേഷം, സഭയിൽ ഓരോ വിശ്വാസികളുടെയും ആത്മീയ അവസ്ഥ, അവർ നേരിടുന്ന കഷ്ടതകൾ, പരിശോധനകൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇവർ തിരികെ ചെന്ന് പൗലോസിനെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി. അപ്പോൾ ഈ തിഹിക്കോസ് കേവലം ഒരു മെസ്സഞ്ചർ മാത്രമായിരുന്നില്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി. ഇനി നമുക്ക് 9-ാം വാക്യത്തിലേക്ക് വരാം. കൊളോസ്യ ലേഖനം 4:9. ആൻഡ് വിത്ത് ഹിം ഒനേസിമുസ്, അവർ ഫെയ്ത്ത്ഫുൾ ആൻഡ് ബിലവഡ് ബ്രദർ, who is one of your number. They will inform you about the whole situation here. കൊളോസ്യ ലേഖനം 4:9. ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. 7-ാം വാക്യത്തിൽ തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രിയ സഹോദരനാണ്, വിശ്വസ്തനാണ്, ശുശ്രൂഷകനാണ്, സഹഭൃത്യനാണ്. ഇനി അടുത്ത വാക്യത്തിൽ ഒനേസിമോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒനേസിമോസിൻ്റെ പ്രത്യേകത എന്താണ്? ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. തിഹിക്കോസിൻ്റെ കൂടെ ഒനേസിമോസിനെയും പൗലോസ് അയക്കുകയാണ്. ഒനേസിമോസ് ആരാണ്? വിശ്വസ്തനാണ്, പ്രിയനാണ്, സഹോദരനാണ്. ഇനി ആരാണ് ഈ ഒനേസിമോസ്? ഒനേസിമോസിനെ കുറിച്ചുള്ള വിവരണം നമുക്ക് ലഭിക്കുന്നത് ഫിലമോൻ്റെ ലേഖനത്തിൽ നിന്നാണ്. ഫിലമോൻ അടിമകളുടെ യജമാനനായിരുന്നു. പിന്നീട് അദ്ദേഹം ക്രിസ്തുമാർഗത്തിലേക്ക് വന്നു. ഒരുപക്ഷെ ഈ ഒനേസിമോസ് എന്ന അടിമ ഫിലമോൻ എന്ന യജമാനൻ്റെ വീട്ടിലെ അടിമയായിരിക്കും, ഒരു സ്ലേവ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒനേസിമോസ് എന്ന അടിമ ഓടിപ്പോയി ഫിലമോൻ്റെ അരികിൽ നിന്നും. ഒരുപക്ഷെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടോ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടോ ആയിരിക്കാം ഈ ഒനേസിമോസ് എന്ന അടിമ ഓടിപ്പോയത്. ഓടിപ്പോയ അടിമ ഒനേസിമോസ്, അന്നവൻ ക്രിസ്ത്യാനിയല്ല. ആ ഓടിപ്പോയ അടിമ റോമിലെത്തിയപ്പോൾ അവിടെ വെച്ച് പൗലോസിനെ സന്ധിച്ചു. പൗലോസ് ഒനേസിമോസിനോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടു. ഒനേസിമോസ് എന്ന അടിമ ഇപ്പോൾ ക്രിസ്തുവിൽ സ്വതന്ത്രനായി തീർന്നിരിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ഒനേസിമോസ് എന്ന അടിമയുടെ യജമാനൻ ഫിലമോനും വിശ്വാസിയായി. അടിമയും അടിമയുടെ യജമാനനും ക്രിസ്തു മാർഗത്തിലേക്ക് വന്നു. അങ്ങനെ ഒനേസിമോസ് എന്ന അടിമ ക്രിസ്ത്യാനിയായപ്പോൾ ഫിലമോന്, പണ്ട് ഈ ഒനേസിമോസിൻ്റെ യജമാനനായിരുന്നു ഫിലമോൻ, ആ ഫിലമോൻ ഒരു ലേഖനം എഴുതുകയാണ്. ഒനേസിമോസ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണം. കാരണം ഇപ്പോൾ ഒനേസിമോസ് കേവലം അടിമയല്ല, അവൻ ക്രിസ്തുവിൽ പ്രിയ സഹോദരനാണ്. ഇനി ഒനേസിമോസ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടാണ് നിന്റെ അടുക്കൽ നിന്ന്, അതായത് ഒനേസിമോസിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയിട്ടുള്ളത് എങ്കിൽ അതെല്ലാം പൗലോസ് കൊടുത്തു വീട്ടിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫിലമോൻ്റെ ലേഖനം. ഇത് നമ്മെ ഒരു കാര്യം ബോധ്യമാക്കുന്നു. ഒനേസിമോസ് ഒരു അടിമയാണ്. പക്ഷെ അവൻ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നപ്പോൾ എത്ര വലിയ രൂപാന്തരമാണ് ഉണ്ടായത്. അടിമയാകട്ടെ യജമാനനാകട്ടെ, ഏത് പാപക്കുഴിയിൽ കിടക്കുന്ന, സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വ്യക്തിയാകട്ടെ, ക്രിസ്തുവിലേക്ക് വന്നാൽ ഒരു സമ്പൂർണ്ണ രൂപാന്തരം അവിടെ നടക്കുകയാണ്. ഒനേസിമോസിനെ കുറിച്ച് ഫിലമോൻ്റെ ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കുകയാണ്.
എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. ഇപ്പോൾ ഒനേസിമോസ്, പൗലോസാണ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞത്. ഇപ്പോൾ ഒനേസിമോസിനെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് എൻ്റെ പുത്രൻ. എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. നിന്നോട് എന്ന് പറഞ്ഞാൽ ഫിലമോൻ. ആദ്യം ഈ ഫിലമോൻ്റെ അടിമയായിരുന്നു ഈ ഒനേസിമോസ്. ഇപ്പോൾ ഫിലമോനും ക്രിസ്തുവിശ്വാസിയായി, ഒനേസിമോസും ക്രിസ്തുവിശ്വാസിയായി. അങ്ങനെ ഫിലമോന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഒനേസിമോസിൻ്റെ കാര്യം സൂചിപ്പിക്കുകയാണ്. എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റെ കാരാഗൃഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. തടവിൽ കിടക്കുമ്പോഴാണ് പൗലോസ് ഈ ഒനേസിമോസ് എന്ന അടിമയോട് സുവിശേഷം പറയുന്നത്. അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ഒനേസിമോസ് കേവല അടിമയല്ല, പൗലോസിൻ്റെ പ്രിയ മകനായി തീർന്നിരിക്കുകയാണ്. എൻ്റെ കാരാഗൃഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. അതായത് പൗലോസ് ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ, അത് അടിമയായാലും സ്വതന്ത്രനായാലും, ആ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ പൗലോസ് അത്രമാത്രം സ്നേഹിച്ചിരുന്നു. താൻ മുഖാന്തരം സുവിശേഷം പറഞ്ഞ് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ആ വ്യക്തിയെ സ്വന്തം പുത്രനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് അത് നമുക്കുണ്ടോ? എൻ്റെ കാരാഗൃഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു. ഫിലമോന് ഈ ഒനേസിമോസ് മുമ്പ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പ്രയോജനരഹിതനായിരുന്നു. ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. ഇപ്പോൾ പൗലോസിനും ഒനേസിമോസിനെ കൊണ്ട് പ്രയോജനമുണ്ട്, ഫിലമോനും പ്രയോജനമുണ്ട്. ഒരുവൻ ക്രിസ്തുവിലേക്ക് വന്നാൽ പുതിയ സൃഷ്ടിയാണ്. യാതൊരു പ്രയോജനവും ഇല്ലാതെ ആർക്കും വേണ്ടാത്ത ജീവിതം നയിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിലേക്ക് വന്നാൽ മറ്റു പലർക്കും പ്രയോജനകരമായ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യും. അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ഒനേസിമോസ്. മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു, ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. അവനെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു. ഒനേസിമോസ് കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസിനാൽ വചനം കേട്ട് വീണ്ടും ജനനം പ്രാപിച്ചു. ഇപ്പോൾ ഈ ഒനേസിമോസിനെ അവൻ്റെ യജമാനൻ്റെ അരികിലേക്ക് അയക്കുകയാണ്, ഫിലമോൻ്റെ അരികിലേക്ക് അയക്കുകയാണ്. എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. ആദ്യം പറഞ്ഞത് എൻ്റെ പുത്രനാണ് ഒനേസിമോസ്, ഞാൻ അവന് പിതാവായി. ഇപ്പോൾ പറയുന്നത് ഞാൻ അവനെ അയക്കുമ്പോൾ എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. ഒരടിമ പൗലോസിൻ്റെ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വന്നപ്പോൾ ആ രക്ഷിക്കപ്പെട്ട വ്യക്തിയോട് പൗലോസിൻ്റെ സ്നേഹമാണ് ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. സുവിശേഷത്തെ പ്രതിയുള്ള എൻ്റെ ബന്ധിതാവസ്ഥയിൽ നിനക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ അവനെ സന്തോഷപൂർവ്വം എന്നോടൊപ്പം നിർത്തുമായിരുന്നു. നിന്റെ ഔദാര്യം നിർബന്ധത്താലാകാതെ സ്വന്തം മനസ്സാലാകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കാം. ഈ ഒനേസിമോസ് എന്ന അടിമ ഫിലമോൻ്റെ പിടിയിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ അവൻ സ്വതന്ത്രനായി ക്രിസ്ത്യാനിയായപ്പോൾ പൗലോസ് പറയുകയാണ്, നിന്റെ യജമാനൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുക. ഇപ്പോൾ യജമാനനും ക്രിസ്ത്യാനിയായിരിക്കുകയാണ്. അല്പകാലത്തേക്ക് അവൻ, അതായത് ഒനേസിമോസ്, നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കാം. ഇനി ഒരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ടൊരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു. പണ്ട് ഈ ഒനേസിമോസ് വെറും ഒരു അടിമ, ഫിലമോൻ യജമാനൻ. ഇപ്പോൾ രണ്ട് വ്യക്തികൾക്കും വ്യത്യാസം വന്നു. അടിമയും യജമാനനും ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി. അതുകൊണ്ട് ഇനി ഒനേസിമോസ് എന്ന അടിമയെ പണ്ട് എങ്ങനെ കണ്ടുവോ അങ്ങനെ കാണാൻ പാടില്ല. പിന്നെയോ ഇനി ഒരു ദാസനായിട്ടല്ല, ഒരു സ്ലേവായിട്ടല്ല. പണ്ട് അങ്ങനെയാണ് കണ്ടത് ഒനേസിമോസ്, ഒരു അടിമ. പ്രിയപ്പെട്ട, ഇനി ഒരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും
എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക. പൗലോസ് ഫിലമോൻ പൗലോസിനെ എങ്ങനെ സ്വീകരിക്കുന്നുവോ അങ്ങനെ തന്നെ ഈ ഒനേസിമോസ് എന്ന അടിമയെയും സ്വീകരിക്കണം. ഇപ്പോൾ അവൻ അടിമയല്ല. നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക. അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു, എല്ലാം ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം. ഈ അടിമ ഫിലമോൻ്റെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടായിരിക്കാം അവിടെ വിട്ട് ഒളിച്ചോടിയത്. പൗലോസ് പറയുകയാണ്, ഇപ്പോൾ അവൻ അടിമയല്ല. എന്നെ ഫിലമോനെ നീ എപ്രകാരം സ്നേഹത്തോടെ പരിഗണിക്കുന്നുവോ അപ്രകാരം തന്നെ ഈ ഒനേസിമോസിനെയും നീ പരിഗണിക്കണം. ഇനി അവൻ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടെങ്കിൽ, എന്തെങ്കിലും അവൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം. ഒനേസിമോസിനെ സ്വന്തം പുത്രനായി പൗലോസ് കരുതി. എത്ര വലിയ സ്നേഹമാണ്! ഇവിടെ ഈ ഒനേസിമോസിന് വന്ന രൂപാന്തരം. ഇപ്പോൾ പൗലോസ് ഈ കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ ഒനേസിമോസിനെ വിശേഷിപ്പിക്കുന്നത് നാം ധ്യാനിക്കുന്നത് കൊളോസ്യ 4:9 ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ. ഒനേസിമോസ് വിശ്വസ്തനാണ്. പൗലോസ് പരിശോധിച്ചു. പണ്ട് ഒളിച്ചോടിപ്പോയിട്ടുണ്ടായിരിക്കാം, പല തിന്മകളും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ അങ്ങനെയല്ല. ക്രിസ്തുവിൽ ഒനേസിമോസ് ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. വിശ്വസ്തനായ ദൈവഭൃത്യൻ. ഏത് കള്ളനായാലും സുവിശേഷം കേട്ട് ശരിക്കും മാനസാന്തരപ്പെട്ടാൽ വിശ്വസ്തനായ വിശുദ്ധനായ ഒരു പുതിയ മനുഷ്യനാകാൻ സാധിക്കും. അതാണ് ഒനേസിമോസിൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. തിഹിക്കോസിൻ്റെ കൂടെ ഒനേസിമോസിനെ അറിയിക്കുന്നു. പൗലോസ് ഇപ്പോൾ തടവിലായിരിക്കും. പൗലോസ് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, അക്കാര്യമൊക്കെ ഈ 2 പേരും, വിശ്വസ്തന്മാരായ തിഹിക്കോസും അതുപോലെ ഒനേസിമോസും, കൊളോസ്യ സഭയിലെ വിശ്വാസികളെ അറിയിക്കും. ഇനി ഒനേസിമോസ് ഇപ്പോൾ കേവലം അടിമയല്ല. ഈ പൗലോസിൻ്റെ കാര്യമോ? പണ്ട് പൗലോസ് പാപികളിൽ ഒന്നാമൻ, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവൻ. ക്രിസ്തുവിൻ്റെ സന്ദർശനം തനിക്ക് ലഭിച്ചപ്പോൾ, ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ പൗലോസ് പുതിയ സൃഷ്ടിയായി. ഏത് വ്യക്തിയെയും, പാപികളിൽ ഒന്നാമനെയും രൂപാന്തരം വരുത്തുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഇപ്പോൾ ഈ ഒനേസിമോസ് ആരാണ്? നീ ഒരു അടിമയാണ്. കാര്യം, നീ സ്നാനപ്പെട്ടു, ചർച്ചിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ നീ ആരാണ്? ഒരടിമയാണ്. അങ്ങനെ കാണാൻ പാടില്ല. ഇവിടെ 9-ാം വാക്യത്തിൽ ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും. ഇപ്പോൾ കൊളോസ്യ സഭയിലെ വിശ്വാസികൾ ഈ ഒനേസിമോസിനെ അവരിൽ ഒരുത്തനായ ഒരു സഹോദരനായി കരുതണം. ഇതാണ് എല്ലാ സഭകളും പഠിക്കേണ്ട കാര്യം. ഏത് മതവിശ്വാസത്തിൽ നിന്ന്, സഭാ സമൂഹത്തിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ട് ചർച്ചിൽ ആരാധിക്കുന്നൊരു സഹോദരൻ ആ സഭയിലെ മറ്റു സഹോദരങ്ങൾക്കുള്ള തുല്യസ്ഥാനവും സ്നേഹവും അവൻ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒനേസിമോസ് അടിമയാണെന്ന് കരുതി അവനെ അകറ്റി നിർത്താൻ പാടില്ല. ഇപ്പോൾ അവൻ അടിമയല്ല. നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ, പൗലോസ് പറയുന്നത് നിങ്ങളിൽ ഒരുത്തൻ, ആൻഡ് വിത്ത് ഹിം ഒനേസിമോസ് അവർ ഫെയ്ത്ത്ഫുൾ ആൻഡ് ബിലവഡ് ബ്രദർ ഹൂ ഈസ് വൺ ഓഫ് യുവർ മെമ്പർ, ഹൂ ഈസ് വൺ ഓഫ് യുവർ നമ്പർ. നിങ്ങളുടെ അതേ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയാണ് ഈ ഒനേസിമോസ്. അങ്ങനെയാണ് നിങ്ങൾ അവനെ കരുതുന്നത്. അതായത്
അതായത് സഭയിൽ ജാതി വ്യവസ്ഥയില്ല. അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ ഏത് മതവിഭാഗത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവനാകട്ടെ സഭയിൽ എല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്. നാം ധ്യാനിക്കുന്ന ഈ കൊളോസ്യ ലേഖനത്തിൽ തന്നെ കൊളോസ്യ ലേഖനം 3:10 തൊട്ട് വായിക്കുമ്പോൾ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിത്തിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യ ലേഖനം 3:28. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഇനി കൊളോസ്യ ലേഖനം 4:10 ജോയ് ബ്രദർ കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാം. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. കൊളോസ്യ 4:10. എന്റെ കൊളോസ്യ 4:10 ബ്രദറെ. എന്റെ 4:10. സഹവർത്തനായ അരിസ്റ്റോഹോസും ബർണബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. ഇനി നമുക്ക് കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. തിഹിക്കോസിനെ അയക്കുന്നു, ഒനേസിമോസിനെ അയക്കുന്നു മെസ്സഞ്ചേഴ്സായിട്ട് കൊളോസ്യ സഭയിലേക്ക്. ഇനി മൂന്നാമത് ഒരുവൻ. 10-ാം വാക്യം. എൻ്റെ സഹബദ്ധനായ പൗലോസിൻ്റെ കൂടെ തടവിൽ കിടക്കുന്ന മറ്റൊരു വിശ്വാസി, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസ്. ഇദ്ദേഹത്തിൻ്റെ പേര് അരിസ്തർഹോസാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അരിസ്തർഹോസ്. ഈ അരിസ്തർഹോസ് ആരാണ്? ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസും. അപ്പോൾ 2 പേർ. ഒന്ന് അരിസ്തർഹോസ്, രണ്ടാമത് ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസും. 7-ാം വാക്യത്തിൽ തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 9-ാം വാക്യത്തിൽ ഒനേസിമോസ്. ഇനി 10-ാം വാക്യത്തിൽ 2 വിശ്വസ്ത ഭൃത്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസ്, പിന്നെ അടുത്തതായി ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസും. 2 പേർ, അരിസ്തർഹോസും മർക്കോസും. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. കൊളോസ്യ 4:10. അരിസ്തർക്കുസ്, മൈ ഫെല്ലോ പ്രിസണർ, sends you his greetings, and also Barnabas, cousin of Mark, about whom you received instructions. If he comes to you, welcome him. കൊളോസ്യർ 4:10. എൻ്റെ കൂട്ടുതടവുകാരനായ അരിസ്താർക്കൂസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അപ്രകാരം തന്നെ ബർണബാസിൻ്റെ പിതൃവ്യപുത്രനായ മർക്കോസും. അവനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യണം. ഇനി ആദ്യമായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന അരിസ്തർക്കുസ് അഥവാ അരിസ്തർഹോസ്, അദ്ദേഹം ആരാണെന്ന് ചിന്തിക്കാം. അരിസ്തർഹോസ്, ആ വാക്കിൻ്റെ അർത്ഥം ബെസ്റ്റ് റൂളർ, നല്ല ഭരണാധിപൻ എന്നാണ്. അരിസ്തർഹൂസിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പല ഭാഗങ്ങളിലായി പരാമർശിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങൾ വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 26 തൊട്ട്. അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലെത്തിയപ്പോൾ വലിയ കലക്കമുണ്ടായി. അപ്പോൾ അവിടെ ഈ അരിസ്തർഹോസും പീഡനം
സുവിശേഷത്തിന് വേണ്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:26 തൊട്ട്. എന്നാൽ കൈക്കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളേ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫേസോസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായി തീരും എന്ന അപകടം മാത്രമല്ല ഉള്ളത്, പിന്നെയോ മഹാദേവതയായ അർത്തേമിസിൻ്റെ ക്ഷേത്രം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ അവർ കോപാക്രാന്തരായി വിളിച്ചു പറഞ്ഞു, എഫേസോസുകാരുടെ അർത്തമീസ് മഹോന്നതയാണ്. ആ ഭാഗം ഒന്ന് എടുക്കട്ടെ. അവിടെ ഈ അരിസ്തർഹോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ അരിസ്തർഹൂസിനെ കുറിച്ച് പറഞ്ഞ ഭാഗം ആരെങ്കിലും കണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗം വായിച്ചു, വീണ്ടും വായിക്കാം. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 27 തൊട്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:28 തൊട്ട്. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ അർത്തിമീസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്ന മക്കദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. ഇവിടെയാണ് നമ്മൾ അരിസ്തർഹോസിനെ ആദ്യമായി കാണുന്നത്. ആ എഫേസ്യ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചപ്പോൾ ഉണ്ടായ ആ വലിയ കലാപം. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ്. അപ്പോൾ പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരായിരുന്നു ഗായോസും അരിസ്തർഹോസും. അവരെയും ജനം പിടിച്ച് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. ഇനി അരിസ്തർഹോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ. അപ്പസ്തോല പ്രവർത്തനം 20:4. പീയൂസിൻ്റെ മകനായ ബെറോയാക്കാരൻ സോപ്പാത്തർ, തെസ്സലോണിക്കക്കാരായ അരിസ്താർഹൂസ്, സെക്കുന്തൂസ്, ദർബേക്കാരനായ ഗായൂസ്, തിമോത്തിയോസ്, ഏഷ്യയിൽ നിന്നുള്ള തിക്കിക്കോസ്, ത്രോഫിമോസ് എന്നിവർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെയും അരിസ്താർഹൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായത്തിലും ഇദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27:1 തൊട്ട്. ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പലിൽ പോകണമെന്ന് തീരുമാനമുണ്ടായി. അവർ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും സെബാസ്തേ സൈന്യ വിഭാഗത്തിൻ്റെ ശതാധിപനായ ജൂലിയൂസിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ അദ്രാമീത്തിയാത്തിൽ നിന്നുള്ള ഒരു കപ്പലിൽ കയറി. അത് ഏഷ്യയുടെ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് പോകുന്നതായിരുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ തെസലോണിക്ക നഗരവാസിയും മക്കദോനിയക്കാരനുമായ അരിസ്താർഹൂസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പൗലോസിൻ്റെ യാത്രയിൽ പൗലോസിനെ അനുഗമിച്ച ഒരു വിശ്വസ്ത ദൈവഭൃത്യനാണ് അരിസ്താർഹൂസ്. പൗലോസിൻ്റെ സുവിശേഷ യാത്രയിൽ പൗലോസ് പീഡകൾ അനുഭവിച്ചപ്പോൾ ഈ അരിസ്താർഹൂസും അതിൽ പങ്കാളിയായി. ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ തെസലോണിക്ക നഗരവാസിയും മക്കദോനിയക്കാരനുമായ അരിസ്താർഹൂസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പൗലോസ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം വായിക്കുന്നത്. അപ്പസ്തോലനായ പൗലോസ് ഈ കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ അടുത്ത് ഈ അരിസ്താർഹൂസുമുണ്ട്.
കൊളോസ്യ 4:10 എൻ്റെ കൂട്ടു തടവുകാരനായ അരിസ്താർഹൂസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. പൗലോസിൻ്റെ കൂടെ ഇപ്പോൾ ഈ അരിസ്താർഹൂസ് തടവിൽ കഴിയുകയാണ്. നേരത്തെ പലതവണ സുവിശേഷ യാത്രയിൽ പൗലോസിൻ്റെ കൂടെ നടന്നിരുന്ന അരിസ്താർഹൂസ് ഇപ്പോൾ പൗലോസ് തടവിലായപ്പോൾ അദ്ദേഹവും തടവിലകപ്പെട്ടു. അങ്ങനെ ഈ ലേഖനം എഴുതുമ്പോൾ അടുത്ത് തന്നെ ഈ കൂട്ടു തടവുകാരനായ അരിസ്താർഹൂസ് ഉണ്ട്. അരിസ്താർഹൂസ് നിങ്ങളെ, അതായത് കൊളോസ്യ സഭയിലെ വിശ്വാസികളെ വന്ദനം ചെയ്യുന്നു. ഇനി കൊളോസ്യ ലേഖനം 4:10 അപ്രകാരം തന്നെ ബർണബാസിൻ്റെ പിതൃവ്യപുത്രനായ മർക്കോസും. ഇനി ഇതിൽ പറയുന്ന രണ്ടാമത്തെ വ്യക്തിത്വമാണ് മർക്കോസ്. ആൻഡ് ഓൾസോ ബർണബാസ് കസിൻ മാർക്ക്. ബർണബാസിൻ്റെ കസിനായ മാർക്ക്. ഇനി ആരാണ് ഈ മാർക്ക് അല്ലെങ്കിൽ മർക്കോസ്? അരിസ്താർഹൂസിനെ കുറിച്ച് നമ്മൾ അല്പം ചിന്തിച്ചു. ഇനി ആരാണ് ഈ മാർക്ക് അല്ലെങ്കിൽ മർക്കോസ്? അദ്ദേഹം ആരാണ്? ജോയ് ബ്രദർ ഉണ്ടെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം അതിൽ 3 തൊട്ട് 35 തൊട്ട് 36 വരെ. അപ്പസ്തോല പ്രവർത്തനം 13-35 ഉണ്ടോ? 35 വായിച്ചേ. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്കും ശുശ്രൂഷ ചെയ്ത ശേഷം. സോറി, അത് 34 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-1 തൊട്ട് വായിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്നു പേരുള്ള ഷീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശവുൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശവുലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു. യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. ഈ യോഹന്നാനാണ് മർക്കോസ്. ഇവിടെ പറയുന്ന മർക്കോസ്, അദ്ദേഹം ഇവിടെ അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ യോഹന്നാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ജോൺ മാർക്ക്, മർക്കോസ് അല്ലെങ്കിൽ ജോൺ മാർക്ക്. ഓക്കെ, ഇനി ഈ ജോൺ മാർക്ക് അഥവാ മർക്കോസ് ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുണ്ട്. അത് പൗലോസിന് ഇഷ്ടപ്പെടുന്നില്ല. അക്കാര്യത്തെക്കുറിച്ച്, അതായത് പൗലോസും ബർണബാസും മർക്കോസും, 3 പേർ, പൗലോസ്, ബർണബാസ്, മർക്കോസ്, ഇവർ പൗലോസിൻ്റെ 1-ാമത്തെ മിഷണറി യാത്രയിൽ അനുഗമിക്കുന്നവരായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് മർക്കോസ് പിന്മാറി. ആ യാത്ര ഫിനിഷ് ചെയ്തില്ല. അദ്ദേഹം യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് പൗലോസിന് ഒട്ടും ഇഷ്ടമായില്ല. സുവിശേഷ യാത്രയ്ക്കായി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ മർക്കോസ് എന്തോ കാരണത്താൽ ആ യാത്ര ക്യാൻസൽ ചെയ്യുകയാണ്. ഇത് നിമിത്തം ബർണബാസും പൗലോസും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. ബർണബാസിന് 2-ാം മിഷണറി യാത്രയിൽ ഈ മർക്കോസിനെ കൂടെ കൂട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞു, നമ്മുടെ 1-ാമത്തെ മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് മടങ്ങിപ്പോയ ഈ മർക്കോസിനെ കൂട്ടരുത്, കാരണം അദ്ദേഹം വിശ്വസ്തനല്ലല്ലോ.
പക്ഷെ ബർണബാസിന് താല്പര്യം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തൻ്റെ കൂടെ ഈ മർക്കോസ് വേണമെന്നായിരുന്നു. പക്ഷെ പൗലോസ് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ പൗലോസും ബർണബാസും തമ്മിൽ ഒരു ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങനെ പൗലോസും ബർണബാസും തമ്മിൽ വേർപിരിയുകയാണ്. പൗലോസ് ശീലാസിനെ കൂട്ടി സുവിശേഷ യാത്ര തുടരുന്നു. ബർണബാസ് ആകട്ടെ മർക്കോസിനെ ഒഴിവാക്കാൻ തയ്യാറായില്ല. അവനൊരു പിഴവ് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ മർക്കോസിനെ ബർണബാസ് കൂട്ടി സുവിശേഷ വേലയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അക്കാര്യത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായം അതിൻ്റെ 35 തൊട്ട് വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായം 35 തൊട്ട്. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും, മർക്കോസിന് മറ്റൊരു പേരുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, മർക്കോസ് എന്ന യോഹന്നാനെയും തിരിച്ചറിയുവാനായി ജോൺ മാർക്ക് എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ സീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ, കിലീക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് മർക്കോസ് മടങ്ങിപ്പോയി യെരുശലേമിലേക്ക്. 3 പേരായിട്ടാണ് ഒന്നാമത്തെ യാത്ര ആരംഭിച്ചത്: പൗലോസ്, ബർണബാസ്, മർക്കോസ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിപ്പിച്ചു. ഇനി രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ബർണബാസിന് താല്പര്യമുണ്ടായിരുന്നു മർക്കോസിനെ തൻ്റെ കൂടെ ചേർക്കുവാൻ. പക്ഷേ പൗലോസ് പറഞ്ഞു, അവനെ ചേർക്കരുത്, അവൻ വിശ്വസ്തനല്ലല്ലോ. പക്ഷേ ബർണബാസ് മർക്കോസിനെ കൂട്ടി തൻ്റെ സുവിശേഷ വേല തുടരുകയും പൗലോസ് ശീലാസിനെ കൂട്ടി സുവിശേഷ വേല ചെയ്യുകയും ചെയ്തു. ഇത്രയും ഈ മർക്കോസിനെ കുറിച്ച് പറയുവാനാണ് ഇതെല്ലാം വായിക്കുന്നത്. ഇനി ഒരു കാര്യം, ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കുന്നില്ല. ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതോടെ തീരുന്നില്ല. ഇനി എന്താ സംഭവിച്ചത്? ഓക്കെ, 1 പത്രോസ് 5-ാം അധ്യായം 13 തൊട്ട് വായിക്കുന്നു. ഇനിയും മർക്കോസ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മർക്കോസിന് നല്ല ശുഭകരമായൊരു അവസാനമാണ് ഉണ്ടാകുന്നത്. 1 പത്രോസ് 5:13 തൊട്ട്, നിങ്ങളെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണിലെ സഭയും എൻ്റെ പുത്രനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. സ്നേഹചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. പത്രോസ് ഇവിടെ മർക്കോസിനെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ പുത്രനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ഒരു തെറ്റ് പറ്റി, കാലൊന്നിടറി മർക്കോസിന്, ശരിയാണ്. പക്ഷേ പിന്നെ അവൻ മാനസാന്തരപ്പെട്ടു, വിശ്വസ്തനായി ദൈവവേല ചെയ്തു. പൗലോസ് ഈ കൊളോസ്യ ലേഖനം എഴുതുമ്പോഴേക്കും മർക്കോസിന് വലിയ മാറ്റം വന്നു. അതുകൊണ്ട് ഈ കൊളോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ മർക്കോസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം വാക്യം, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിൻ്റെ മച്ചുരനായ മർക്കോസും, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. ആദ്യം രണ്ടാം മിഷണറി യാത്രയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും മർക്കോസിനെ പൗലോസ് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. മർക്കോസ് മാനസാന്തരപ്പെട്ട് വിശ്വസ്തനായി
ദൈവവേല ചെയ്യുകയാണ്. ഇപ്പോൾ ഈ മർക്കോസിനെയാണ് കൊളോസ്യ സഭയിലേക്ക് മറ്റു 3 പേരുടെ കൂടെ പൗലോസ് അയക്കുന്നത്. അപ്പോൾ ഈ മർക്കോസ് കൊളോസ്യ സഭയിൽ എത്തിയാൽ പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്, ഈ മർക്കോസിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം? ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസും. ബർണബാസും മർക്കോസും രക്തബന്ധമുണ്ട്. ബർണബാസിനൊരിക്കലും ഈ മർക്കോസിനെ ഒഴിവാക്കാൻ പറ്റില്ല. ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസും മർക്കോസിനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അതായത് പൗലോസ് മർക്കോസിനെ കൊളോസ്യ സഭയിലേക്ക് അയക്കുകയാണ്. ഒരുപക്ഷെ ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികൾക്ക് ഒരു കാര്യം അറിയാം. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് മടങ്ങിപ്പോന്ന ഒരുവനാണ് ഈ മർക്കോസ്. അപ്പോൾ ഈ മർക്കോസ് കൊളോസ്യ സഭയിലെത്തിയാൽ ഒരിക്കലും അവൻ്റെ ആ കഴിഞ്ഞകാല വീഴ്ച പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കരുത്. അവന് നല്ല സ്വീകരണം കൊടുക്കണം. അതൊക്കെയായിരിക്കാം പൗലോസ് നിർദ്ദേശിക്കുന്നത്. എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. ഈ മർക്കോസിനെ നല്ല രീതിയിൽ നിങ്ങൾ ശുശ്രൂഷിക്കണം. അങ്ങനെ ഒരു കൽപ്പനയായിട്ട് പൗലോസ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവനൊരു രീതിയിലും വിഷമിപ്പിക്കാൻ പാടില്ല. ബർണബാസിൻ്റെ കസിനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുകയാണ്, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. ഒരിക്കൽ അവൻ അല്പം പിന്മാറ്റം കാണിച്ചവനാണ്. പക്ഷേ ഇപ്പോൾ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് വിശ്വസ്തനായിട്ടാണ്. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. ഇനി ഒരിക്കൽ പൗലോസ് ഈ മർക്കോസിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒഴിവാക്കി. എന്നിട്ട് സീലാസിനെ തിരഞ്ഞെടുത്തു. പക്ഷേ മർക്കോസിനെ കർത്താവ് കൈവിട്ടില്ല. മർക്കോസ് കർത്താവിനെയും വിട്ടില്ല. മർക്കോസിന് പിന്നീട് വലിയ മാറ്റമുണ്ടായി. തുടർന്ന് ഈ മർക്കോസിനെ കൊണ്ട് പൗലോസിന് വലിയ പ്രയോജനമുണ്ടായി. ചില വീഴ്ചകളൊക്കെ ഉണ്ടായി എന്ന് കരുതി ആരെയും പെട്ടെന്ന് അങ്ങ് തള്ളിക്കളയരുത്. പൗലോസ് നീ ഇനി എൻ്റെ കൂടെ വേണ്ട, ഈ 2ാമത്തെ മിഷണറി യാത്രയിൽ നീ എൻ്റെ കൂടെ വരണ്ട, കാരണം 1ാമത്തെ യാത്രയിൽ നീ അവിശ്വസ്തത കാണിച്ചു. ആ മർക്കോസിനെ കൊണ്ട് പിന്നീട് പൗലോസിന് വളരെ പ്രയോജനമുണ്ടായി. ആരെയും തുച്ഛീകരിക്കരുത്. എത്ര വലിയ അപ്പസ്തോലനായാലും ആരെയും തുച്ഛീകരിക്കരുത്. ഫിലമോൻ 1-ാം അധ്യായം 23 തൊട്ട്. ഫിലമോൻ 1-ാം അധ്യായം 23 തൊട്ട് വായിക്കുന്നു. യേശു ക്രിസ്തുവിൽ എൻ്റെ കൂട്ടുതടവുകാരനായ എപ്പഫ്രാസ് നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ മർക്കോസും അരിസ്തർക്കൂസും ദേമാസും ലൂക്കായും. ഇപ്പോൾ ഫിലമോൻ്റെ ലേഖനം എഴുതുമ്പോൾ ഈ മർക്കോസ് പൗലോസിൻ്റെ സഹപ്രവർത്തകനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ മർക്കോസിനെ പത്രോസ് വിളിക്കുന്നത് പുത്രൻ എന്നാണ്. അത് നമ്മൾ വായിച്ചു. പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്ത മറ്റൊരു സുവിശേഷകനുണ്ടായിരുന്നു, ദേമാസ് ലോകത്തെ സ്നേഹിച്ചു. പിന്നെ അവൻ മടങ്ങി വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ മർക്കോസ് 1ാമത്തെ സുവിശേഷ വേല ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തെങ്കിലും മടങ്ങിപ്പോയെങ്കിലും അവൻ ലോകസ്നേഹിയായിരുന്നില്ല. ഇനി പൗലോസിന് ഈ മർക്കോസിനെ കൊണ്ട് പിന്നീട് വളരെ പ്രയോജനമുണ്ടായി എന്ന് പറയുന്ന വചനഭാഗം വായിക്കുകയാണ്. 2 തിമോത്തി 4-ാം അധ്യായം 9 തൊട്ട്. 2 തിമോത്തി 4:9 തൊട്ട്. എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു.
തുടക്കത്തിൽ പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്ത ഒരുവൻ തന്നെയായിരുന്നു ദേമാസ്. ഇടയ്ക്ക് വച്ച് ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോണിക്കായിലേക്ക് പോയിരിക്കുന്നു. ദേമാസിൻ്റെതായ പല പദ്ധതികളും ഉണ്ടായിരിക്കും. പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്താൽ അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പൗലോസിനെ ഉപേക്ഷിച്ചു. ക്രസ്കസ് ഗലാത്തിയയിലേക്കും തീത്തോസ് ദൽമാത്തിയയിലേക്കും പോയി കഴിഞ്ഞു. ലൂക്ക മാത്രമേ എന്നോടുകൂടെയുള്ളൂ. മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. തിക്കിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരിക്കൽ മർക്കോസിനെ ഈ ഒരിക്കൽ പൗലോസ് തൻ്റെ 2ാം മിഷണറി യാത്രയിൽ മർക്കോസിനെ തന്നോടുകൂടെ ചേർക്കാൻ തയ്യാറായില്ല. ആ വിഷയത്തെ ചൊല്ലി ബർണബാസും പൗലോസും പിരിഞ്ഞു. പിന്നീട് ബർണബാസ് മർക്കോസിനെ തൻ്റെ കൂട്ടത്തിൽ നിർത്തി സുവിശേഷ വേല ചെയ്തു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മർക്കോസിന് വലിയ മാറ്റമുണ്ടായി. അവൻ ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ പൗലോസ് എന്താണ് പറയുന്നത്? മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. ഒരിക്കൽ ഇവൻ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിയതാണ്. ഇപ്പോഴെന്താണ് പറയുന്നത്? മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. തിഹിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇനി 2 തിമോത്തി, അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പസ്തോലനായ പത്രോസ് തുടക്കത്തിൽ വലിയ പരാജയങ്ങളൊക്കെ വന്നു. 3 വട്ടം കർത്താവിനെ നിഷേധിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഇനി മറ്റൊരു കാര്യം, വാളെടുത്ത് വെട്ടി. പക്ഷെ അദ്ദേഹവും മാനസാന്തരപ്പെട്ടു, പൊട്ടിക്കരഞ്ഞു, വീണ്ടും ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. മർക്കോസും ഇതാ പൗലോസിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു വിശ്വസ്ത ഭൃത്യനായി വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഈ മർക്കോസ് കൊളോസ്യ സഭയിലെ വിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവനെ നിങ്ങൾ സ്വീകരിക്കണം. കൊളോസ്യ ലേഖനം 4:10. എൻ്റെ കൂട്ടുതടവുകാരനായ അരിസ്താർഹോസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അപ്രകാരം തന്നെ ബർണബാസിൻ്റെ പിതൃവ്യപുത്രനായ മർക്കോസും. അവനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യണം. അവൻ്റെ കഴിഞ്ഞകാല വീഴ്ച പറഞ്ഞ് അവനെ വേദനിപ്പിക്കാൻ പാടില്ല. ഒരു സഭയിൽ ചിലപ്പോൾ മുമ്പ് പിന്മാറിയ വിശ്വാസി ഇപ്പോൾ വളരെ ആത്മീയനാണ്. അങ്ങനെയുള്ളവരെ മറ്റു സഭാവിശ്വാസികൾ രണ്ടാം തരത്തിലുള്ള വിശ്വാസിയായി കാണാൻ പാടില്ല. നീ പണ്ട് എന്തെല്ലാം ചെയ്തു, നീ സ്നാനപ്പെട്ടിട്ടും ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ അവൻ്റെ മാനസാന്തരം യാഥാർത്ഥ്യമാണെങ്കിൽ പണ്ടത്തെ വീഴ്ചകൾ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇനി മർക്കോസിൻ്റെ കാര്യം അവസാനിച്ചില്ല. 4 സുവിശേഷങ്ങളിൽ 2ാമത്തെ സുവിശേഷം എഴുതിയത് മർക്കോസാണ്. ഒരിക്കൽ 1ാമത്തെ മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് വേല അവസാനിപ്പിച്ച അതേ മർക്കോസ് പിന്നീട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ വളരെ ശോഭിച്ച മർക്കോസ്. ആ മർക്കോസിനെയാണ് ദൈവം മർക്കോസിൻ്റെ പ്രസിദ്ധമായ സുവിശേഷം എഴുതുവാൻ തിരഞ്ഞെടുത്തത്. മർക്കോസിൻ്റെ സുവിശേഷം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. സുവിശേഷ വേലയിൽ തന്നെ ചിലപ്പോൾ ചില മേഖലകളിൽ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടാകാം.
ഇനി എന്നെ ദൈവം ഉപയോഗിക്കുകയില്ല, ഞാൻ അത്രമാത്രം പരാജയപ്പെട്ടു പോയി, അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീഴരുത്. മർക്കോസ് അവന് അബദ്ധം പറ്റി, അവൻ മടങ്ങി വന്നു. മടങ്ങി വന്നാൽ സ്വീകരിക്കുന്നവനാണ് കർത്താവ്. പത്രോസിനെ സ്വീകരിച്ചു. സുവിശേഷ വേലയിൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അനുദപിക്കണം. പത്രോസിനെ പോലെ പൊട്ടിക്കരയണം. കർത്താവ് എന്തിനാണോ വിളിച്ചിരിക്കുന്നത് ആ ദൗത്യം പൂർണ്ണമായി ചെയ്തിട്ട് വേണം ഈ ലോകം വിട്ടു പോകുവാൻ. ഇന്ന് നാം ധ്യാനിച്ച ഈ വാക്യം നമുക്ക് ഒരു 2 തവണ വായിക്കാം. അതായത് ആദ്യം കൊളോസ്യ ലേഖനം 4:9-10 നമുക്ക് 2 തവണ വായിക്കാം. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 9-10 ഈ 2 വാക്യങ്ങൾ നമുക്ക് 2 തവണ വായിക്കാം. ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. വീണ്ടും 9-10 വായിക്കാം. ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവൻ. ജോയ് ബ്രദർ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയാം. ഞങ്ങളെ വത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങൾക്ക് ഇത്രത്തോളം വചനത്തിൽ നിന്നും ആഴമായ സത്യങ്ങൾ കേൾക്കുവാൻ സഹായിച്ചല്ലോ കർത്താവെ. ഈ സൂം മീറ്റിംഗിൽ കൂടിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഈ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ കർത്താവെ അങ്ങേ മാത്രം നോക്കുവാനും അങ്ങ് സഹായിക്കണമേ. തോമസ് ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് ഇത്രയും വചനങ്ങൾ മനസ്സിലാക്കി തരുവാൻ ബ്രദറെ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. ബ്രദർ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. വാർദ്ധക്യത്തിലും കൊടുത്തിരിക്കുന്ന ആശ്വാസനായി സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ, സ്തുതിക്കുന്നു. പ്രാർത്ഥന പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിസ്തരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന പിതാവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ. കർത്താവ് നമുക്ക് വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ കൃപ തന്നു. കർത്താവിന് നന്ദി. സ്തോത്രം.